കിരൺ, ഇതാണ് പതിവിൽ കവിഞ്ഞ ആശങ്ക ആ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിൽ ഇത്രയധികം ആശങ്കയോടെ രാജ്യം കടന്നുപോയിട്ടില്ല. ഒപ്പം ഇറാനിലും വലിയ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചു. ഇനി അവർ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. രഞ്ജിത്തെ, അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് ഇപ്പോഴല്ല, 2012 തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇറാന്റെ ആണവ രാജ്യമായി മാറുന്നു, കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു, അത് ലോകത്തിന് നാശമാണ്, അത് ഇസ്രയേലിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് ഇല്ലാതെയാക്കും, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കും എന്നുള്ള മുൻക് പ്രസ്താവനയായിരുന്നു. അത് പല കാലങ്ങളിൽ പല ഘട്ടത്തിലായി സംഘർഷങ്ങളൊക്കെ നീണ്ടുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുണ്ടായത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പൊടുന്നനെയാണ് ഇറാന് മേൽ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഗസയിലെ ഒരു വലിയ സംഘർഷം ഒരു അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു സംഘർഷം കൂടി തുറക്കുകയായിരുന്നു ഇസ്രയേൽ. ആ ഘട്ടത്തിലൊക്കെ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും ഇറാന് എന്നെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇറാൻ ഈ പറയുന്നതിനപ്പുറത്തേക്ക് അത്ര അവർ അവകാശപ്പെടുന്ന പോലെ ഒരു ശക്തി ഇറാന് ഉണ്ട് എന്നത് ലോകരാജ്യങ്ങൾക്കടക്കം സംശയമായിരുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് നേരെ ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും ശക്തി, ആയുധ ശക്തിയൊക്കെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ മരണമുണ്ടായതും വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടതും ഇറാനു തന്നെയാണ്. ഇറാനിലെ 300ഓളം പേർ മരണപ്പെട്ടെങ്കിൽ ഇവിടെ വളരെ കുറച്ച് 13 പേരുടെ മരണം മാത്രമാണ് ഇതുവരെയും ഉണ്ടായത്. വളരെ കുറച്ച് നഗരങ്ങൾ മാത്രമാണ് അത്തരത്തിലേക്ക് അവിടെ ഒരു ഭീഷണിയൊക്കെ ഉയർത്തിയത്. പക്ഷേ ഇസ്രയേൽ പോലെ ഒരു രാജ്യത്തിന്, ആ രാജ്യത്തിൽ നിന്ന് എത്രയോ അകലെ നിൽക്കുന്ന ഇറാൻ പോലെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഭീഷണി ഉയർത്താൻ കഴിയുന്നെങ്കിൽ, പ്രത്യേകിച്ച് ടെല്ലവീവിൽ നിൽക്കുന്ന ആളുകളെയും ഈ ഹൈഫയിൽ നിൽക്കുന്ന ആളുകളെയും ഒക്കെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ ഒരു ജനതയെ ഭീഷണിയുടെ മുലയിലേക്ക് അവർക്ക് നിർത്താൻ കഴിയുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ്. ഇറാൻ ഏത് വിധേനയും അവരുടെ എല്ലാ ആയുധവും ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഇറാൻ ഏതെങ്കിലും രാജ്യത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വഴങ്ങിയ ചരിത്രം, അല്ലെങ്കിൽ അവരുടെ അധീശത്വത്തിന് കീഴിലേക്ക് പോയ ചരിത്രം ഇറാനില്ല. അതുകൊണ്ട് തന്നെ ഇറാന് അത്തരമൊരു പോരാട്ടത്തിന്റെ ചരിത്രം ഒരിക്കലും മറ്റ് രാജ്യങ്ങളുടെ എത്ര വലിയ രാജ്യമായാലും ആ രാജ്യങ്ങളോടൊക്കെ പോരാടുന്ന ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ ടെലിഫോണിലായിരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്നലെയും ഇസ്രായേലിൻ്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു, ഇറാന്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു ഇസ്രായേലിലെ പല നഗരങ്ങളും കുലുങ്ങി. തന്ത്രപ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള ഒരു പ്രത്യാക്രമണമാണ് ഉണ്ടായത്. ഈ ഒരു റൗണ്ടിൽ ഇസ്രയേലാണ് ആദ്യം ഇറാനെ ആക്രമിക്കുന്നത്. ഇത് 2013 ഒക്ടോബർ 7 ശേഷമുള്ള ഒരു ഡെവലപ്മെന്റ് ആണെന്ന് പലരും ചൂണ്ടിക്കാട്ടുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം, ആ ഒരു സംഭവം നടന്നില്ല എങ്കിൽ പോലും ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷ അത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമായി ഇസ്രയേൽ കരുതുന്നു. ചെറിയ രാജ്യമാണ്, ചെറിയ ജനസംഖ്യയാണ്, ചെറിയ ഭൂപ്രദേശമാണ്. അവിടെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇസ്രയേൽ ആവശ്യമായതുകൊണ്ട് ഇസ്രയേൽ ന്യൂക്ലിയർ ആയുധങ്ങൾ, ആണവ ആയുധങ്ങൾ നേരത്തെ കൈവശപ്പെടുത്തി, പ്രഖ്യാപിച്ചില്ല എങ്കിലും കൈവശപ്പെടുത്തി. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന പോളിസിക്ക് വേണ്ടി അല്ല ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിയത് എന്ന് ഇസ്രയേൽ വ്യക്തമായിട്ടറിയാം. അത് അയൽ രാജ്യങ്ങൾക്കും ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങൾക്കും അറിയാം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യം ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധം എന്ന നിലയിലാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് കാലാകാലങ്ങളിൽ ഇറാന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം നിരന്തരം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന സ്ലോഗൻ ചാന്റിംഗ് ആണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. ആ ഒരു കാര്യം വരുമ്പോൾ ആക്രമണം സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാണ്. ആ ഒരു ത്രഷോൾഡ് പവറിൽ നിന്നും യഥാർത്ഥ ന്യൂക്ലിയർ ശക്തിയിലേക്കുള്ള ഇറാന്റെ കടന്നുവരവ് എന്ത് വിധേനയും തടയുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളൊന്നും ഇസ്രായേൽ പരിഗണിച്ചു എന്ന് കരുതുന്നില്ല. ഇവിടെ കാര്യങ്ങൾ സങ്കീർണമാകുന്നത് ഇങ്ങനെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഒരു തത്തുല്യമായ തിരിച്ചടി പ്രതീക്ഷിക്കാം. ആ തിരിച്ചടിയുടെ തോത് ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും ഏറെയായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് കാരണം ഇസ്രായേലിന്റെ നഗരങ്ങൾ, ഹൈഫ നഗരം തുറമുഖ നഗരമാണ്, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. ജെറുസലേം നഗരം പുണ്യനഗരമാണ്, ക്രൈസ്തവരെയും
മുസ്ലിങ്ങളെയും ജൂതരെയും എല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള നഗരമാണ്, സാംസ്കാരിക നഗരമാണ്. ആ നഗരം ജൂയിഷ് കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനമായ ടെൽ അവീവ് വലിയ രീതിയിലുള്ള ആക്രമണ വിധേയമായി. അങ്ങനെ വരുമ്പോൾ അയൺ ഡോമിന്റെ ഒരു പ്രതിരോധ ശേഷി ആദ്യമായിട്ടാണ് കാര്യമായി ടെസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 7, 2023 അതൊന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്രതീക്ഷിതമായ ആക്രമണം തന്നെയായിരുന്നു. ഇന്റലിജൻസ് ഫെയിലിയർ അവിടെ തീർച്ചയായും ആരോപിക്കുകയും ചെയ്യാം. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അത്യപൂർവമായി സംഭവിക്കുന്ന ഇന്റലിജൻസ് ഫെയിലിയറിന്റെ ഒരു കാഷ്വാലിറ്റി ആയിരുന്നു ഒക്ടോബർ 7 അറ്റാക്ക്. പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, ഇത് തീർച്ചയായും അയൺ ഡോം ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ആരോ സിസ്റ്റം എന്ന ദീർഘദൂര മിസൈലുകളെ തടയുന്നതിനുള്ള ആരോ സംവിധാനങ്ങൾ, ഹ്രസ്വദൂര മിസൈലുകളെ തടയുന്നതിനുള്ള ഡേവിഡ് സ്ലിംഗ് പദ്ധതികൾ, വളരെ ചെറിയ റേഞ്ചിലുള്ള മിസൈലുകളെ തടയുന്ന അയൺ ഡോം, ഇതെല്ലാം തന്നെ പ്രായോഗികമായി പറയുമ്പോൾ അത് പ്രവർത്തിക്കേണ്ടതാണ്. എങ്കിലും നൂറുകണക്കിന് മിസൈലുകൾ, 200-ൽ പരം ഏറിയൽ ഓബ്ജക്ട്സ് ആണ് അടുത്തടുത്ത ഇടവേളകളിൽ ഇസ്രായേലിൽ വന്ന് പതിച്ചത്. ആ സമയത്ത് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് പരിധി ഭേദിച്ചുകൊണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആക്രമണങ്ങളൊന്നും തന്നെ കാര്യമായ മരണങ്ങളില്ല. ഇപ്പോൾ 10-ലധികം ഡബിൾ ഡിജിറ്റിലേക്ക് മരണസംഖ്യ ഇസ്രായേലിൽ നീങ്ങുന്നു. അത് നൂറുകളിലേക്കും ആയിരങ്ങളിലേക്കും ഒരുപക്ഷെ ഇറാനിൽ അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കടുത്ത മനുഷ്യാവകാശ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, സിവിലിയന്മാർക്ക് ഉണ്ടാകുന്ന കാഷ്വാലിറ്റി. ശ്രീ മോഹൻ വർഗീസ്, റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് രാവിലെ പുറത്തു റിപ്പോർട്ട് അനുസരിച്ച് അയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചിരുന്നുവെന്നും അമേരിക്ക അത് വീറ്റോ ചെയ്തു എന്നുള്ളതുമാണ്. അങ്ങനെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ശ്രമം അതിനെ അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ കാരണം അത് നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അവർക്ക് അത്ര പ്രയാസമുള്ള കാര്യവുമല്ല. കാരണം ഓപ്പറേഷൻ മൊത്തം നടത്തിയത് ഇറാനിൽ നിന്ന് തന്നെയാണ്, മൊസാദ് എന്നുള്ളതാണ്. അതായത് ഈ ഇസ്രായേൽ പ്ലാന്റ് ചെയ്ത മോളുകൾ അല്ലെങ്കിൽ രഹസ്യ സംവിധാനങ്ങൾ ചാരന്മാരുടെ രൂപത്തിലും മറ്റ് നെറ്റ്വർക്കും ഒക്കെ ഇറാനുള്ളിൽ വളരെ സജീവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആണവ ശാസ്ത്രജ്ഞന്മാരെ 17ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇസ്രായേലിനെ വകവരുത്താൻ കഴിഞ്ഞത്, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ടൊരു മൾട്ടി പ്രോൺ സ്ട്രാറ്റജിയാണ് ആണവ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തുക, ആണവ സംഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ ആക്രമിക്കുക, അങ്ങനെ തന്ത്രപ്രധാനമായ മറ്റ് കേന്ദ്രങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക. ഇതെല്ലാം സാധ്യമാകുന്നത് ഒന്നാം തരം ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ സഹായം തന്നെ തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രസിഡന്റ് എന്ന നിലയിൽ പെസഷ്കിയാനെയും പരമോന്നത നേതാവ് എന്ന നിലയിൽ അയത്തുള്ള അലി ഖമനിയെയും വകവരുത്താൻ തക്ക രീതിയിലുള്ള ആസൂത്രണം ഉറപ്പായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരുങ്ങിയിട്ടുണ്ടാവണം. ഇക്കാര്യം മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് ഒരു വലിയ എസ്കലേഷനിലേക്ക് പോകുന്നതാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യാപ്തി വളരെ സങ്കീർണമാണ്. അമേരിക്ക ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ അമേരിക്കയുടെ സിറ്റിസൺസിനെ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സൈനിക ടാർഗറ്റുകൾ മാത്രമാണ് ഇറാൻ ഇതുവരെ ചെയ്തത്. അതുകൊണ്ട് അമേരിക്ക അതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള റോയിട്ടർ റിപ്പോർട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ആ റോയിട്ടർ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഇസ്രായേലിന്റെ വിശാലമായ പദ്ധതികൾ പെടുന്നതാണ് റെജീം ചേഞ്ച് എന്ന് പറയുന്നത്, ഭരണമാറ്റം ഉണ്ടാവുക. കാരണം ഈ രൂപത്തിൽ അയത്തുള്ള അലി ഖമേനി നയിക്കുന്ന റിലീജിയസ് ക്ലറിക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ഭരണ സംവിധാനം ഇറാൻ കൊടുക്കുകയാണെങ്കിൽ ഇസ്രായേലിന് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകും. അതിനുള്ള ഏറ്റവും നല്ല മാർഗം മറുമരുന്ന് എന്ന് പറയുന്നത് ഇറാന്റെ ഒരു ഉള്ളിലുള്ള പുകയുന്ന, ഇസ്രായേൽ കരുതുന്നു ഇറാൻ ഉള്ളിൽ വലിയ അസംതൃപ്തി പുകയുന്നു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ആ അസംതൃപ്തി മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹങ്ങളിലേക്കും ഒരുപക്ഷെ അധികാര മാറ്റത്തിലേക്കും അധികാരം പിടിച്ചെടുത്തുകൊണ്ട് പരിഷ്കരണവാദികൾ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഈ 79-ലെ ഇസ്ലാമിക് വിപ്ലവ കാലത്ത് ഉണ്ടായ ആ നോംസിനെ പുനഃക്രമീകരിക്കുകയും ഒരു പുതിയ ഇറാനെ, ഷായുടെ കാലത്തെ ഇറാനെ പോലെ അല്ലെങ്കിൽ പോലും ഒരു പാശ്ചാത്യ ശക്തികളോട് സൗഹൃദമുള്ള ഒരു ഇറാൻ, മോർ അമെൻഡബിൾ ടു ദി ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇറാന്റെ എണ്ണപ്പാടുകൾ പലതും തരിച്ചു നിൽക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള പണം ഇറക്കാൻ കഴിയുന്നില്ല, ടെക്നോളജി കൊണ്ടുവരാൻ കഴിയുന്നില്ല, അങ്ങനെ അൺയൂട്ടിലൈസ്ഡ് ആയി നിൽക്കുകയാണ്. അമേരിക്കയ്ക്കും പാശ്ചാത്യ സമൂഹത്തിനും വ്യാപാര കണ്ണുകൾ ഉണ്ടാകും. ഒരു റെജീം ചേഞ്ചിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് സുരക്ഷയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ കച്ചവട കണ്ണുകളുള്ള രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യാപാര സാധ്യതയാണ്. അപ്പൊ അത് സാധിക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യണം എന്ന ഇസ്രായേലിന്റെ സിദ്ധാന്തത്തെയാണ് അമേരിക്ക ഇപ്പോഴില്ല, ഒരിക്കലുമില്ല എന്നല്ലായിരിക്കും പറയുന്നത്, ഇപ്പോൾ വേണ്ട
ഫർദർ എസ്കലേഷനിലേക്ക് നീങ്ങണ്ട എന്ന ഒരു വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് ഇതെങ്ങനെ തിരിയുമെന്ന് അറിയാനാവാത്തത് കൊണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ ഇറാന്റെ കൈവശം വളരെ ക്രൂഡ് ലെവലിലുള്ള അറ്റോമിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് ഡെറ്റണേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പോലും ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സംയമനം പാലിക്കുന്നതിന്റെ ഒരു ആത്യന്തിക ഘടകം എന്ന നിലയിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ വെറുതെ വിടുക എന്ന തൽക്കാലത്തെ നിർദ്ദേശമാണ്. പക്ഷെ അതും ആത്യന്തികമായി എങ്ങനെയാണ് ഇറാന്റെ പൊളിറ്റിക്കൽ ആൻഡ് ഹോളി, അതായത് ആധ്യാത്മിക നേതൃത്വത്തെ തന്നെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്. അവർ